ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെബറിൻ്റെ ഐഡിയൽ ടൈപ്പിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ വെബറിൻ്റെ ഐഡിയൽ ടൈപ്പിൽ അദ്ദേഹം 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡിയൽ ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ പർട്ടിക്കുലാരിറ്റീസ്. സെക്കൻഡായിട്ട് പറയുന്നത് അബ്സ്ട്രാക്റ്റഡ് എലമെൻ്റ് ഓഫ് സോഷ്യൽ റിയാലിറ്റി. മൂന്നാമതായിട്ട് പറയുന്നത് റീകൺസ്ട്രക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ബിഹേവിയർ. ഇങ്ങനെ 3ആയിട്ട്. അതിലാദ്യം ഐഡിയൽ ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ പർട്ടിക്കുലാരിറ്റീസിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, മോഡേൺ വെസ്റ്റേൺ സൊസൈറ്റിയിൽ ക്യാപിറ്റലിസത്തിന് വലിയൊരു മാറ്റമാണ് സംഭവിച്ചത്. അതായത് അവിടുത്തെ ആൾക്കാരുടെ ജീവിതശൈലി അല്ലെ, അവർ കൂടുതൽ അധ്വാനിക്കുകയും കൂടുതൽ വരുമാനം പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. അതെങ്ങനെ മറ്റുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഇത്രയും സാമ്പത്തികമായി മുന്നേറ്റം വന്നത് എന്നതാണ് പറയുന്നത്. അപ്പം അദ്ദേഹം അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ക്രിസ്ത്യാനിറ്റിയിൽ 2 വിഭാഗം ആൾക്കാരാണ് ഉണ്ടായിരിക്കും. ഒന്ന് പ്രൊട്ടസ്റ്റൻ്റുകാരും മറ്റൊന്ന് കാൽവിനിസ്റ്റുകളോട്. അതിൽ കാൽവിനിസ്റ്റാണ് ക്യാപിറ്റലിസത്തിൽ വളരെയധികം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതെന്ന് മനസ്സിലായി. അതായത് കാൽവിനിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, അവർ ദൈവത്തിൽ അധികം വിശ്വാസം എന്ന് പറയുന്നത്, ദൈവത്തിലുള്ള വിശ്വാസം എന്ന് വെച്ചാൽ ഓൾറെഡി ദൈവവിശ്വാസം കുറവുള്ളവരായിരുന്നു സത്യത്തിൽ അവർ. അതായത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ അവൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകുന്നതെന്ന് ദൈവം മുൻകൂട്ടി വിധിച്ചിട്ടുണ്ട്. ഓക്കെ, ദൈവത്തിൻ്റെ ഇച്ഛയെ ആർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരുത്താൻ പറ്റത്തില്ല. സോ മനുഷ്യൻ എത്ര നല്ല പ്രവൃത്തികൾ ചെയ്തിരുന്നാലും ദൈവത്തെ എത്ര ആരാധിച്ചിരുന്നാലും സ്വർഗത്തിലേക്ക് പോകേണ്ടതുള്ളവൻ സ്വർഗത്തിൽ തന്നെ പോകും, നരകത്തിൽ പോകേണ്ടതുള്ളവൻ നരകത്തിലേക്ക് തന്നെ പോകും. അപ്പോൾ എന്ത് ചെയ്യും, ദൈവത്തെ ആരാധിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ കാൽവിനിസ്റ്റുകാർ ഒരു ജോലി, ഏത് ജോലിയാണ് അവർക്കറിയാവുന്നത് ആ ജോലിയിൽ നല്ല കോൺസെൻട്രേറ്റ് ചെയ്യുകയും നല്ല വർക്ക് ചെയ്യുകയും അതിലൂടെ നല്ല ലാഭം ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ഞായറാഴ്ച ദിവസങ്ങളിൽ പോലും അവർ ദൈവത്തെ ധ്യാനത്തിന് വേണ്ടി പോയിരുന്നില്ല. പകരം ആ ദിവസം അവർ കൂടുതൽ വർക്ക് ചെയ്യുകയും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അവർ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയോ ദൂർത്തടിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഇവരെന്ത് ചെയ്തു, അതെല്ലാം കൂട്ടി വയ്ക്കുന്ന ഒരു ഇതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതാണ് ഫസ്റ്റ് ഐഡിയൽ ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ പർട്ടിക്കുലാരിറ്റീസിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് അബ്സ്ട്രാക്റ്റഡ് എലമെൻ്റ് ഓഫ് സോഷ്യൽ റിയാലിറ്റി. നമുക്കറിയാം സോഷ്യൽ റിയാലിറ്റിയിൽ ഒരു ഗോൾ ഓറിയൻറ്റഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, ജോലി വേണം അല്ലേ. ഇപ്പോൾ ബ്യൂറോക്രസി എന്നുള്ളതാണ് അതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ബ്യൂറോക്രസി ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതോറിറ്റി, ടൈപ്പ് ഓഫ് അതോറിറ്റി എന്നും പറഞ്ഞ് രണ്ടാമതും പറഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം എന്താണെന്ന്. അപ്പോൾ ഫസ്റ്റ് ബ്യൂറോക്രസിയിൽ കുറച്ച് പോയിൻറ്റ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിച്ചതാണ് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലേ. അതിലെന്താണ് പറയുന്നത്, അവിടെയും കുറച്ച് ഡിവിഷൻ ഓഫ് ലേബർ എന്നുള്ളത് ഒരു പോയിൻ്റായിട്ട് അദ്ദേഹം പറയുന്നു. അതായത് ഡിവിഷൻ ഓഫ് ലേബറിൽ പറയുന്നെങ്കിലും ഇപ്പോൾ ഒരു ബാങ്ക് എടുക്കുകയാണെങ്കിൽ ബാങ്കിൽ എന്താണ്, പലതരത്തിലുള്ള പൊസിഷനിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലീനിങ് ടൈപ്പിലാണെങ്കിൽ അങ്ങനെ താഴെത്തട്ടിൽ, അത് കഴിഞ്ഞ് പ്യൂൺ ടൈപ്പ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ക്ലർക്കുണ്ട്, അതിൻ്റെ മുകളിൽ ബാങ്ക് മാനേജറുണ്ട്. അങ്ങനെ ഓരോരോ പോസ്റ്റിലുള്ള ആൾക്കാർ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുണ്ട്. അപ്പോൾ ഈ വർക്കിംഗ് ചെയ്യുന്ന ക്ലാസ്സുകൾക്കിടയിൽ ഒരു എക്സ്പ്ലോയിറ്റേഷൻ അല്ലെ, ചൂഷണത്തിന് അവർ വിധേയമാകാം. ഇനി ഈ ഡിഫറെൻ്റ് ക്ലാസ്സിലുള്ള ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ സാലറി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അതുപോലെ അവരുടെ ടെക്നിക്കൽ സ്കില്ലും വ്യത്യാസമായിരിക്കും, നോളേജും വ്യത്യാസമായിരിക്കും. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് ഒരു ലോങ് ടേമായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് എന്തോന്ന്, ഒരു പ്രൊമോഷൻ ചാൻസ് ഉണ്ടെന്നറിയാം അല്ലേ. അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു വിലയുണ്ടായിരിക്കും അല്ലേ. അതിനെയൊക്കെ കുറിച്ചാണ് ബ്യൂറോക്രസിയിൽ അദ്ദേഹം മെയിനായിട്ട് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ടൈപ്പ് ഓഫ് അതോറിറ്റിയിൽ മെയിൻലി 3 ടൈപ്പാണ് അതോറിറ്റിയെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ചാരിസ്മാറ്റിക് അതോറിറ്റി, പിന്നെ ട്രഡീഷണൽ അതോറിറ്റി,
പിന്നെ റാഷണലൈസേഷൻ അതോറിറ്റി. ഇങ്ങനെ 3 അതോറിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രഡീഷണൽ അതോറിറ്റിയിൽ എന്താണ് പറയുന്നത് വെച്ചാൽ, ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് നിലനിന്ന് വരുന്ന ഒരു അതോറിറ്റിയാണ്. അതായത് നമ്മുടെ ബിലീഫ്സ്, നമ്മളുടെ വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ വീട്ടിലൊരു മുതിർന്ന ആൾ വന്നാൽ അവരെ ബഹുമാനിക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതോറിറ്റി അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നു അല്ലേ, റൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ട്രഡീഷണൽ അതോറിറ്റിയിൽ മെയിൻലി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് പറയുന്നത് ചാരിസ്മാറ്റിക് അതോറിറ്റി. ചാരിസ്മാറ്റിക് അതോറിറ്റി എന്ന് പറയുമ്പോൾ അതിൽ കുറേ എന്താണ് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഒബേ ചെയ്യേണ്ടുള്ള റൂൾസ് റെഗുലേഷൻസ് അതൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുന്നെങ്കിൽ ഒരു ലീഡറിനെ നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം പൊളിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പാർട്ടികൾ എടുക്കുമ്പോൾ നമ്മൾ ഓരോ മന്ത്രിമാരെയും സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും അല്ലേ. അതായത് അവർ ജനങ്ങളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒരാളെ മന്ത്രിയായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പം ക്വാളിറ്റി, ഒരു വ്യക്തിക്ക് വേണ്ട ക്വാളിറ്റി എന്താണോ അതാണ് ചാരിസ്മാറ്റിക് അതോറിറ്റിയിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നതാണ് റാഷണൽ അതോറിറ്റി. റാഷണൽ അതോറിറ്റിയിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അതിൽ കുറേ റിട്ടേൺ ആയിട്ടുള്ള ലാസ്, ആ ലാസിനെ ഒബേ ചെയ്തുകൊണ്ടുള്ള റെഗുലേഷൻസ് ഒക്കെയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ടാക്സ് നമ്മൾ കറക്റ്റിന് അടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളായിട്ട് ട്രാഫിക്. ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു പോവുകയാണെങ്കിൽ നമ്മൾ ട്രാഫിക് പോലീസ് പറയുന്ന അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലുകളൊക്കെ ഒബേ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാഫിക് പോലീസ് പറയുന്നത് പോലെയുള്ള മാനദണ്ഡങ്ങൾ അനുസരിക്കുന്നുണ്ട് അല്ലേ. കാരണം ഈ ട്രാഫിക് പോലീസിന് അവർക്കൊരു അതോറിറ്റി, അവർക്കൊരു പവറുണ്ട്. ആ പവറിനെ നമ്മൾ ഒബേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പവറിനെ നമ്മൾ ഒബേ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്താവും, നമ്മൾ ജയിലിലാവും. അങ്ങനത്തെ ഇതൊക്കെയാണ് എന്താണ് വെബറിൻ്റെ ഐഡിയൽ ടൈപ്പിൽ പറയുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് ഇതോടെ തീർന്നിട്ടുണ്ട് ഏകദേശം. ഈ യൂണിറ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. സോറി, ലാസ്റ്റ് ഒന്നും കൂടെ ഉണ്ട്, റീകൺസ്ട്രക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ബിഹേവിയർ അല്ലേ. അതിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സാധനം ഇപ്പോൾ മാർക്കറ്റിൽ ഒരു സാധനം തീർന്നു പോകുന്നെങ്കിൽ എന്ത് ചെയ്യും, നമ്മളതിൻ്റെ വില കൂട്ടിയിട്ട് അത് വീണ്ടും മാനുഫാക്ചറിങ് ചെയ്യാനായിട്ടായിരിക്കും നോക്കുന്നത്. അതാണ് റീകൺസ്ട്രക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ബിഹേവിയറിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.